നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ലെവൽ ഹൈ ആയി നിന്നാൽ അത് ലക്ഷണങ്ങളിലൂടെ എങ്ങനെ മനസ്സിലാക്കാം എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി പറയാൻ പോകുന്ന ഈ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൊളസ്ട്രോൾ ലെവൽ ഹൈ ആയി നിൽക്കുന്നു എന്നൊരു സംശയം തോന്നുകയാണെങ്കിൽ, അപ്പോൾ നമുക്ക് പോയിട്ട് ഒരു ടെസ്റ്റ് ചെയ്ത് അതൊന്ന് കൺഫേം ചെയ്യാം. അതുവഴി നമുക്ക് ഈ കൊളസ്ട്രോൾ കൂടി നിൽക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ അങ്ങനെയുള്ള കണ്ടീഷൻസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും. ആസ് ഏർലി ആസ് എത്രയും വേഗം തന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ലക്ഷണങ്ങൾ പറയുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് കൊളസ്ട്രോളിൻ്റെ നോർമൽ ലെവൽ എത്രയാണെന്ന് നോക്കാം. അപ്പോൾ കൊളസ്ട്രോൾ ലെവൽ അറിയുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും നമ്മൾ 3 കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്നാമത്തേതെന്ന് പറയുന്നത് ടോട്ടൽ കൊളസ്ട്രോൾ, 2 LDL ആൻഡ് 3 HDL. അപ്പോൾ ഇത് 3ൻ്റെ വാല്യൂസാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത്. അപ്പോൾ ടോട്ടൽ കൊളസ്ട്രോൾ ലെവൽ എന്ന് പറയുന്നത് നോർമൽ റേഞ്ച് 200 mg/dL താഴെയായിരിക്കണം. 200 mg/dL യൂണിറ്റ് കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം. 200 mg/dL താഴെയായിരിക്കണം ടോട്ടൽ കൊളസ്ട്രോൾ ലെവൽ എന്ന് പറയുന്നത്. ഇനി ഒരു 200 to 239 200-239 റേഞ്ച് എന്ന് പറയുന്നത് ബോർഡർ ലൈൻ ഹൈ ആണ്. അതായത് അവർ ഹൈ റേഞ്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രീ സ്റ്റേറ്റ് ആണ്. അപ്പോൾ അവരെ നമ്മളൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, ശ്രദ്ധിച്ചാൽ അവരെ തിരിച്ചൊരു നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാനും സാധിക്കുന്ന ഗ്രൂപ്പാണ് ഈ ബോർഡർ ലൈൻ ഹൈ എന്ന് പറയുന്നത്. 200 to 239 ആണ് റേഞ്ച് പറയുന്നത്. ഇനി ഒരു 240 എബോവ് പോവുകയാണെങ്കിലാണ് ഹൈ കൊളസ്ട്രോൾ ലെവലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അത് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരു കണ്ടീഷനാണ്. ഗ്രേറ്റർ ദാൻ 240 mg/dL. ഇത് ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ ലെവലാണ്. ഇനി LDL HDL നോക്കുമ്പോൾ എങ്ങനെയാണ്? LDL ആണെങ്കിൽ 100ൽ താഴെയായിരിക്കണം. HDL ആണെങ്കിൽ അത് ഗുഡ് കൊളസ്ട്രോൾ ആണ്. 45ന് മുകളിലായിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. ഇപ്പോൾ LDL ചീത്ത കൊളസ്ട്രോൾ ആണ്, HDL ആണ് നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അതായത് HDL മറ്റ് കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. അതിനെ റിമൂവ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന കൊളസ്ട്രോളാണ് HDL. LDL കൂടുന്ന പക്ഷേ നമുക്ക് ദോഷകരമായിട്ട് ബാധിക്കും. LDL എപ്പോഴും 100ൽ താഴെയായിരിക്കണം. HDL 45ന് മുകളിലോട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊളസ്ട്രോൾ ലെവൽ നോർമലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യുന്നത്. അതിൻ്റെ നോർമൽ റേഞ്ച് ഈ പറഞ്ഞതുപോലെയാണ്. ടോട്ടൽ കൊളസ്ട്രോൾ ആണെങ്കിൽ 200ൽ താഴെയായിരിക്കണം. LDL 100ൽ താഴെയായിരിക്കണം. HDL 45ന് മുകളിലായിരിക്കണം. ഇനി നമുക്ക് ലക്ഷണങ്ങളിലേക്ക് കടക്കാം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ലെവൽ ഹൈ ആകുന്നത് കാരണം ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ. ഈ അധികമായ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടിയിട്ട് അങ്ങോട്ടേക്കുള്ള ഒരു ബ്ലഡ് സപ്ലൈ കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. അതായത് ഈ അടിഞ്ഞുകൂടുന്ന അവസ്ഥയെ നമ്മൾ അതിറോസ്ക്ലീറോസിസ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ രക്തക്കുഴലുകളിൽ ഈ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്ന വഴി അതിലൂടെ ബ്ലഡിന് പാസ് ചെയ്യാനുള്ള സ്ഥലം കുറയുകയും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ രക്തം എത്തുന്നതിൻ്റെ അളവിൽ കുറവുണ്ടാകും. അതിനെ തുടർന്നുണ്ടാകുന്ന ലക്ഷണങ്ങളാണ് കൂടുതലായും വരുന്നത്. സോ ആദ്യത്തെ ലക്ഷണം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത് നെഞ്ചുവേദനയാണ്. അതായത് നമ്മൾ ഹാർട്ട് അറ്റാക്കിന് പറയുന്ന അതുപോലെയുള്ള നെഞ്ചുവേദന. അതിന് മെഡിക്കലി ആൻജൈന എന്നാണ് പേര് പറയുന്നത്. ആ ഒരു നെഞ്ചുവേദന എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിന് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലുകളിൽ ഇതുപോലെ കൊളസ്ട്രോൾ അടിഞ്ഞു കൂടിയിട്ട് ഹാർട്ടിന് വേണ്ട ഒരു ബ്ലഡ് സപ്ലൈ കിട്ടാതെ വരികയും ആ ഒരു ഓക്സിജൻ ഡിമാൻഡ്, അതിനാവശ്യമായിട്ടുള്ള ഓക്സിജൻ സപ്ലൈ ഒക്കെ കിട്ടാതെ വരുമ്പോഴാണ് ഈ നെഞ്ചുവേദന ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമുക്ക് നെഞ്ചിലൊരു വെയിറ്റ് ഇരിക്കുന്ന പോലെ, ഇങ്ങനെ ഹാർട്ട് ഇങ്ങനെ ഒരു ഞെരിക്കുന്ന പോലത്തേക്ക് ഒരു വേദനയായിരിക്കും. ഒരു ഫുൾനെസ് ഒക്കെ ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഈ വേദന ഇടത് ഭാഗത്ത് നമ്മുടെ കഴുത്തിലേക്ക് അല്ലെങ്കിൽ ഇടത് കൈയിലേക്കോ ഷോൾഡറിലേക്കോ ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന തരത്തിലുള്ള വേദനയായിരിക്കും. ഇനി രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഹൈ BP. കൊളസ്ട്രോൾ കൂടുന്നതിൻ്റെ ഫലമായിട്ടും ബ്ലഡ് പ്രഷറും കൂടാം. അതായത് ഈ LDLനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. LDL ഒരുപാട് അധികമാകുന്ന സമയത്ത് നമ്മുടെ ആർട്ടറീസിലൊക്കെ രക്തക്കുഴലുകളിൽ പോയി അടിഞ്ഞു കൂടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ അതിറോസ്ക്ലീറോസിസ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ടാകും. അപ്പോൾ ഈ രക്തക്കുഴലുകളൊക്കെ അടഞ്ഞിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് അതിലൂടെ ബ്ലഡിന് പാസ് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഹാർട്ടിന് നന്നായിട്ട് പുഷ് ചെയ്യേണ്ടി വരും. നല്ല ശക്തിയിൽ പമ്പ് ചെയ്താൽ മാത്രമേ അതിൽ കൂടെ ബ്ലഡിന് കടന്നു പോകാൻ പറ്റൂ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് BP കൂടാറുണ്ട്. അപ്പോൾ അത് രണ്ടാമത്തെ ലക്ഷണം. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതേ കാരണം കൊണ്ട് തന്നെ ഹാർട്ട് ബീറ്റ് കൂടാം. ഹാർട്ട് നല്ല ശക്തിയിൽ പമ്പ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഹാർട്ട് ബീറ്റും കൂടാം.
ഒരു നെഞ്ചിടിപ്പ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഏത് തന്നെ ആയാലും വേറെ പല കണ്ടീഷൻസുമായിട്ടും അസോസിയേറ്റ് ചെയ്ത് വരുന്ന ലക്ഷണങ്ങളാണ്. അപ്പോൾ അത് കൊളസ്ട്രോളിൻ്റേതാണോ എന്ന് നമ്മൾ പ്രത്യേകം ഒന്ന് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യേണ്ടതുണ്ട്. ഈ പറഞ്ഞ ഹാർട്ട് ബീറ്റ് കൂടുന്നത് ഒരു നമ്മൾ റെസ്റ്റിലിരിക്കുന്ന ആ ഒരു സമയത്ത് 100 ബീറ്റ്സ് പെർ മിനിറ്റ് കൂടുതൽ, 100 ബീറ്റ് പെർ മിനിറ്റ് കൂടുതലാണെങ്കിൽ അത് ഹൈ കൊളസ്ട്രോൾ ലെവലിൻ്റേത് കൊണ്ടാകാം. അപ്പോൾ നമ്മൾ 3 ലക്ഷണങ്ങൾ പറഞ്ഞു: നെഞ്ചുവേദന, ഹൈ ബി പി, അതുപോലെ നെഞ്ചിടിപ്പ് കൂടുതലായിട്ട്. ഇനി നമ്മളെ കൈയിലെയും കാലുകളിലേക്കുമൊക്കെ സപ്ലൈ ചെയ്യുന്ന നെർവുകൾ, പെരിഫറൽ നെർവ് സിസ്റ്റത്തിലേക്ക് ബ്ലഡ് സപ്ലൈ കുറയുന്നത് കാരണം നമുക്ക് കൈ കാലും പെരുപ്പ് അനുഭവപ്പെടാം. കൈകൾക്കും കാലുകൾക്കും ഒക്കെ പെരുപ്പ്, നമ്പ്നെസ്സോ ടിംഗ്ലിങ്ങോ ഒക്കെ ഫീൽ ചെയ്യാം. അത് ഒരു ലക്ഷണമാണ് ഈ കൊളസ്ട്രോൾ ലെവൽ കൂടുന്നതിൻ്റെ. ഇനി അടുത്ത കണ്ണുകളിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുന്നത് മൂലം വിഷൻ്റെ പ്രശ്നങ്ങളുണ്ടാകും, കാഴ്ചയ്ക്ക് പ്രശ്നങ്ങളുണ്ടാകും. അത് രണ്ട് കണ്ണും ഒരുപോലെ അഫക്റ്റഡ് ആകും. കൊളസ്ട്രോൾ ലെവൽ കൂടിയത് കൊണ്ടാണ് ഈ കാഴ്ചയ്ക്ക് പ്രശ്നങ്ങൾ വരുന്നതെങ്കിൽ രണ്ട് കണ്ണും ഒരുപോലെ അഫക്റ്റഡ് ആകും. അപ്പം വിഷൻ്റെ പ്രശ്നങ്ങൾ മറ്റ് കണ്ടീഷൻസിൽ, ഇപ്പോൾ ഹൈ ബി പി ഉള്ളവർക്കോ അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ളവർക്കോ ഗ്ലോക്കോമ പോലത്തെ കണ്ടീഷൻസിലൊക്കെ ഇതുപോലെ വിഷൻ്റെ പ്രശ്നങ്ങൾ വരാം. പക്ഷേ കൊളസ്ട്രോൾ ലെവൽ കൂടിയാലും കാഴ്ചയ്ക്ക് പ്രശ്നങ്ങൾ വരാം. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാഴ്ചയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കൊളസ്ട്രോൾ ലെവലും കൂടി ഒന്ന് ചെക്ക് ചെയ്തിരിക്കണം. അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് ക്ഷീണമാണ്. നമ്മൾ എത്ര റെസ്റ്റ് ചെയ്താലും മാറാത്ത തരത്തിലുള്ള ക്ഷീണം. അതായത് കൊളസ്ട്രോൾ ലെവൽ ഹൈ ആയി നിൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുകയും ആ ഒരു ഏരിയയ്ക്ക് ആവശ്യമായിട്ടുള്ള നറിഷ്മെൻറ്റ് കിട്ടാതെ വരുന്നത്, കൃത്യമായി അവർക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റാതെ വരുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് ശക്തമായ ക്ഷീണം, എത്ര റെസ്റ്റ് ചെയ്താലും മാറാത്ത തരത്തിലുള്ള ക്ഷീണം അനുഭവപ്പെടാം. ഇനി ഏഴാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ അധികം ശ്രദ്ധിക്കാത്തതും കൊളസ്ട്രോളിൻ്റേതെന്ന് ചിന്തിക്കാൻ സാധ്യതയില്ലാത്തതുമായിട്ടുള്ളൊരു ലക്ഷണമാണ് പുരുഷന്മാരിലുണ്ടാകുന്ന എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ. അപ്പോൾ ഇങ്ങനെ എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ കാണുന്നുണ്ടെങ്കിൽ കൊളസ്ട്രോൾ ലെവലും കൂടി തീർച്ചയായും ചെക്ക് ചെയ്തിരിക്കണം. ഇനി കൊളസ്ട്രോൾ ലെവൽ ഡേഞ്ചറസ്ലി ഹൈ ആവുന്നത്, ഒരുപാട് അധികമായി പോകുന്ന അവസ്ഥയിൽ കാണുന്നതാണ് സാന്തോമ എന്ന് പറഞ്ഞ് സ്കിന്നിൽ കാണുന്ന ഒരു കണ്ടീഷൻ. അതായത് സ്കിന്നിൽ ഫാറ്റി ഡിപ്പോസിറ്റുകൾ വരികയാണ്. ഒരു യെല്ലോയിഷ് കളറിൽ ഫാറ്റി ഡിപ്പോസിറ്റുകൾ, ഒരു ചെറിയ ഗ്രോത്ത് പോലെയൊക്കെ കാണാൻ പറ്റും. അത് സാന്തോമ എന്നാണ് പറയുന്നത്. അപ്പോൾ കൊളസ്ട്രോൾ ലെവൽ കൂടുന്നത് കാരണം ഉണ്ടാകുന്ന ഫാറ്റി ഡെപ്പോസിറ്റാണിത്. ഇത് പ്രധാനമായിട്ടും കാണുന്നത് നമ്മുടെ കൺപോളകളിൽ, അതുപോലെ കൈമുട്ടിൽ, കാൽമുട്ടിൽ, ബട്ടക്സിൻ്റെ റീജിയനിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഇത് കാണുന്നത്. ഡേഞ്ചറസ്ലി ഹൈ ആവുന്ന കണ്ടീഷൻസിലാണ് ഈ സാന്തോമാസ് കൂടുതലും കണ്ടിട്ടുള്ളത്. ഇനി അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് ബ്രെയിനിലേക്ക് ബ്ലഡ് സപ്ലൈ കുറയുന്നത് മൂലം ഉണ്ടാകാവുന്ന ലക്ഷണങ്ങളാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഡിസിനെസ്, അതുപോലെ മെമ്മറി വീക്കാവുന്നതാണ്. ഡിസിനെസ് നമുക്കറിയാം, ഈ ബ്രെയിനിലേക്ക് സപ്ലൈ കുറയുമ്പോൾ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആയിരിക്കും. നമുക്ക് തല ചുറ്റുന്ന പോലെയൊക്കെ തോന്നും. ആ ഒരു ബ്രെയിനിന് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്തത് കാരണം എന്താണെന്ന് മനസ്സിലാകാത്ത ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ മെമ്മറി കുറയാനുള്ള സാധ്യതയുണ്ട്. അതായത് LDL കൊളസ്ട്രോൾ കൂടുന്നതിൻ്റെ ഫലമായിട്ട് ബ്രെയിനിലേക്കുള്ള ഓക്സിജൻ്റെ സപ്ലൈ, നമ്മൾ പറഞ്ഞ ആ ബ്ലഡ് സപ്ലൈ കുറയും, അതുവഴി ഓക്സിജൻ സപ്ലൈയും കുറയും. അപ്പോൾ അതുമൂലം പലതരത്തിലുള്ള കണ്ടീഷൻസ് വരാം. ബ്രെയിൻ ഫോഗ് വരാം, കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരാം, അതുപോലെ കൺഫ്യൂഷനൊക്കെ ഉണ്ടാകാം. അത് പതിയെ മെമ്മറി ലോസിലേക്കും പോകാം. മെമ്മറി ലോസ് വഴി ഡിമെൻഷ്യ, അൾഷിമേഴ്സിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഹൈ കൊളസ്ട്രോൾ ലെവലിൻ്റെ പ്രധാനപ്പെട്ട 10 ലക്ഷണങ്ങളാണ് പറഞ്ഞത്. നമുക്ക് സ്വയം തിരിച്ചറിയാൻ സാധിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ലക്ഷണങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പറഞ്ഞതൊക്കെയും മറ്റ് പല കണ്ടീഷൻസുമായിട്ടും അസോസിയേറ്റ് ചെയ്ത് വരാവുന്ന ലക്ഷണങ്ങളാണ്. കൊളസ്ട്രോൾ ലെവൽ കൂടിയത് കൊണ്ട് മാത്രം വരുന്ന ലക്ഷണങ്ങളല്ല. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കൊളസ്ട്രോൾ ലെവൽ ഒന്ന് ചെക്ക് ചെയ്ത് നോർമൽ റേഞ്ചിലാണോ എന്ന് ഉറപ്പുവരുത്തുക. കാരണം എത്രയും നേരത്തെ നമ്മളിത് ഡയഗ്നോസ് ചെയ്യുന്നോ അത്രയും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കുറഞ്ഞിരിക്കും, ട്രീറ്റ്മെൻറ്റും എളുപ്പമായിരിക്കും. അതുമാത്രമല്ല ട്രീറ്റ്മെൻറ്റിനുള്ള റിസൾട്ടും പോസിറ്റീവായിരിക്കും.